പാസ്പോർട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് അക്ഷയ സെൻറ്ററിൽ നമ്മൾ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ആധാർ കാർഡ് തുടങ്ങിയവ കൊണ്ട് അപ്ലൈ ചെയ്യാം. നമുക്കിഷ്ടപ്പെട്ട ഒരു പാസ്പോർട്ട് സേവാ കേന്ദ്രം ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഡേറ്റും നമുക്കതിൽ നിന്നും സെലക്ട് ചെയ്യാം. പിന്നെ പ്രത്യേകം കാര്യം, സാറ്റർഡേയും സൺഡേയും പാസ്പോർട്ട് ഓഫീസ് വർക്കിംഗ് അല്ല. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ എന്നാണ് പോവേണ്ടതെന്ന ഡേറ്റും ടൈമും എല്ലാം അടങ്ങിയ ഒരു ആപ്ലിക്കേഷൻ റെസിപ്റ്റ് അക്ഷയയിൽ നിന്നും ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജും നമുക്ക് ഫോണിൽ വരും. പിന്നെ മാരീഡായ ഒരാളാണെങ്കിൽ മാരീഡ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. പാസ്പോർട്ട് ഓഫീസിൽ കറക്റ്റ് ഡേറ്റിൽ ടൈമിൽ എത്തിയതിന് ശേഷം നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ റെസിപ്റ്റ് അവിടെ കാണിച്ചാൽ മാത്രമേ അവർ അകത്തേക്ക് വിടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ കൗണ്ടറിൽ ചെന്ന് നിൽക്കുകയും നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെയും ആധാറിൻ്റെയും, കല്യാണം കഴിച്ചൊരു വ്യക്തിയാണെങ്കിൽ മാരീഡ് സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനലും കോപ്പിയും അവർക്ക് വെരിഫിക്കേഷന് വേണ്ടി നൽകണം. തുടർന്ന് നമ്മളടുത്ത് സെക്ഷൻ എയിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടോക്കൺ നമ്പർ ആ സ്ക്രീനിൽ കാണും. അതിനനുസരിച്ച് നമ്മൾ സെക്ഷൻ എയിൽ ചെല്ലണം. എയിൽ ഇതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റും ആധാർ കാർഡും, മാരീഡായ ഒരു വ്യക്തിയാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റും അതിൻ്റെ ഒറിജിനലും കോപ്പിയും അവരെ വെരിഫൈ ചെയ്യുന്നു. അതിനുശേഷം അവിടെ വെച്ച് നമ്മുടെ ഫോട്ടോ എടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിരലുകൾ സ്കാൻ ചെയ്യുകയും ചെയ്യുന്നു. സെക്ഷൻ എയിലെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സെക്ഷൻ ബിയിലോട്ടും ചെല്ലണം. അവിടെ ഇതുപോലെ തന്നെ ടോക്കൺ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നതനുസരിച്ച് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അവിടെ ഇതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒന്നും കൂടി വെരിഫിക്കേഷൻ ചെയ്യുന്നു. അതിനുശേഷം സെക്ഷൻ സിയിലോട്ട് പോകാൻ പറയുന്നു. ചിലപ്പോൾ സെക്ഷൻ ബിയിൽ വെച്ച് തന്നെ നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് പൂർത്തിയായെങ്കിൽ നമ്മളടുത്ത് തിരിച്ച് വീട്ടിലോട്ട് തന്നെ അവർ പോകാൻ പറയും. പാസ്പോർട്ട് ഓഫീസിലെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇനി വരുന്നത് പോലീസ് വെരിഫിക്കേഷനാണ്. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പോലീസ് വീട്ടിൽ വരികയും നമ്മുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ റേഷൻ കാർഡ്, SSLC സർട്ടിഫിക്കറ്റ് ഇതെല്ലാം അവരൊന്നും കൂടി റീചെക്ക് ചെയ്യുന്നു. പാസ്പോർട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ അത്യാവശ്യമുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ആ പോലീസ് ഓഫീസറിനോട് പറഞ്ഞാൽ മതി. അതിനനുസരിച്ച് അവർ പ്രോസസ്സ് കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കും. പോലീസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 1.5 ആഴ്ചയ്ക്കുള്ളിൽ പാസ്പോർട്ട് പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുവരുന്നതാണ്. അവിടെയും ഇതുപോലെ തന്നെ ആധാർ കാർഡ്, അതുപോലെ തന്നെ നമ്മുടെ സൈനും ഒരു പേപ്പറിൽ നമ്മൾ സൈനും ചെയ്ത് കൊടുക്കണം. ആധാർ കാർഡും സൈനും ചെയ്തതിന് ശേഷം പാസ്പോർട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഒരു പാസ്പോർട്ടിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ആദ്യം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക, പിന്നെ പാസ്പോർട്ട് ഓഫീസിൽ പോവുക, ശേഷം പോലീസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആയതിനു ശേഷം പോസ്റ്റ്മാൻ വഴി നമുക്ക് പാസ്പോർട്ട് കിട്ടുന്നതാണ്. പാസ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് പോസ്റ്റ്മാൻ ഇതുപോലെ നമ്മുടെ ആധാർ ID ചോദിക്കും. അതുപോലെ തന്നെ ഒരു സ്ലിപ്പിൽ സൈൻ ചെയ്യാനും പറയും. ഇത്രയേ ഉള്ളൂ. പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം, 2023 ഒക്ടോബർ 1 ശേഷം ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.